എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. കുറേ പദ്ധതികളൊക്കെ പറയുന്നുണ്ടല്ലോ, പക്ഷേ ഈ ആദിവാസികൾ സഞ്ചരിക്കുന്ന റോഡ് കണ്ടിട്ടുണ്ടാവോ? ഓരോ ഊരിലേക്ക് പോകുന്ന റോഡുകളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ഓരോ വഴികൾ എന്താണെന്ന് കണ്ടിട്ടുണ്ടോ? ആ വഴി കൂടെയാണ്, ആ ഇടുങ്ങിയ വഴിയിൽ റോഡിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പൊട്ടിപ്പോയ റോഡിലാണ് ഞങ്ങൾ സഞ്ചരിക്കുന്ന നിറവയറോ ഗർഭിണികളും കൊണ്ട് ചുമന്നടക്കാണ്. എന്നിട്ട് ഇതിന് ഒരു പ്രതികരണം ഒന്നുമില്ലല്ലോ. ഇവരുടെയൊക്കെ കഷ്ടപ്പാട് എന്താണ്, ഇവരുടെയൊക്കെ സങ്കടങ്ങൾ ആര് കേൾക്കാനാണ്? ആരൊന്നും പറയണമില്ല, പറഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യണമില്ല. ഏത് പാർട്ടിക്കാരോ മന്ത്രിമാരോ ഒന്നും ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. കാര്യം ഞങ്ങൾ ആദിവാസികളല്ല, മനുഷ്യന്മാരല്ലല്ലോ. ഞങ്ങൾ മനുഷ്യന്മാരല്ലല്ലോ. ആദിവാസികളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജാതി, കാട്ടിൻ്റെ ഉള്ളിലുള്ളവരെന്നല്ല ഇവരുടെയൊക്കെ തോന്നല്. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഒരു വിലയില്ലാത്ത, ഒരു പുച്ഛം പോലും. എവിടെ പോയാലും ആദിവാസികൾക്ക് ഒരു പുച്ഛമാണ്, ഒരു വിലയില്ല. എവിടെ പോയാലും ആദിവാസികൾക്ക് ഒരു പുച്ഛമാണ്, ഒരു വിലയില്ല. നമസ്കാരം. ഇപ്പോൾ കേട്ട സെൽവിയുടെ വാക്കുകൾ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആദിവാസി വിഭാഗത്തെ ഇപ്പോഴും മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതും അവഗണിക്കുന്നതും ആരാണ്? അവരുടെ ക്ഷേമത്തിനായുള്ള ഫണ്ടുകൾ അവരിലേക്ക് തന്നെ എത്തുന്നില്ലേ? അങ്ങനെ നീളും ചോദ്യങ്ങളുടെ പട്ടിക. അത് അട്ടപ്പാടിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല. വാർത്താസമ്പന്നമായ മറ്റൊരു ദിനം കൂടി കടന്നു പോകുമ്പോൾ ഇന്നത്തെ മുഴുവൻ വാർത്തകളും സമഗ്രമായി പരിശോധിക്കുകയാണ് നമ്മൾ. വരുന്ന ഒരു മണിക്കൂറിൽ 24 വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റ് ആരംഭിക്കുന്നു. സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്, മൗഫിയ പർവീന്റെ മരണവുമായി ബന്ധപ്പെട്ട ആ വാർത്തയിലേക്ക് തലക്കെട്ട് നോക്കാം. മൗഫിയ പർവീന്റെ ആത്മഹത്യാ കേസിൽ ആലുവ മുൻ SHO CL സുധീർ പ്രതിയായേക്കും. ആത്മഹത്യയിലേക്ക് നയിച്ചത് CIയുടെ പെരുമാറ്റമെന്ന് FIR-ന്റെ പകർപ്പ് 24-ന്. മൗഫിയ പർവീന്റെ വീട് സന്ദർശിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീധന വ്യവസ്ഥയ്ക്കെതിരെ സമൂഹം ഒറ്റക്കെട്ടായി പോരാടണമെന്ന് ഗവർണർ. മൗഫിയ പർവീന്റെ വീട്ടിലെത്തി ഗവർണർ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയായിരുന്നു ഇന്ന്. മൗഫിയുടെ മരണം ഹൃദയഭേദകമാണെന്ന് ഗവർണർ മാതാപിതാക്കളെ കണ്ട ശേഷം പ്രതികരിച്ചു. കേരള പോലീസ് ശക്തമായ നടപടി എടുക്കാറുണ്ടെങ്കിലും ഏതാനും ചിലർ അപവാദമാണ്. സ്ത്രീധനം ഇല്ലാതാകണമെന്ന് പറഞ്ഞ ഗവർണർ സ്ത്രീധനം ആവശ്യപ്പെടുന്നവർക്കെതിരെ സമൂഹം ശക്തമായ നിലപാടെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. Very unfortunate, very tragic, heart-rending that we should lose, for that matter, any girl, and this was such a bright girl doing law. I feel extremely sorry, and this is what I was telling her younger sister, that I want these young girls to be bold enough and courageous enough, first to say no to any demand for dowry, and second to fight back. Not to give up their lives, fight back. We have 18 laws to deal with the crimes against women. 18 laws. Where anybody demanding dowry or harassing a girl for dowry is looked down upon by the people, by their neighbors. And we are able to build social sanctions against those who demand dowry. Even more particularly the young girls who themselves should develop this thing in them, that no, if anybody, we would rather not marry than succumb to the demand of for dowry. സ്ത്രീധനത്തോട് പെൺകുട്ടികൾ തന്നെ നോ പറയണം എന്നാണ് ഗവർണർ. ഒപ്പം സമൂഹവും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് CI സുധീറിനെ പ്രതിക്കൂട്ടിലാക്കി പോലീസ് FIR വന്നിരിക്കുന്നു. മൗഫിയുടെ മരണത്തിലേക്ക് നയിച്ചത് CI സുധീറിന്റെ പെരുമാറ്റമാണെന്നാണ് FIR-ൽ പറയുന്നത്. ഒരിക്കലും CIയിൽ നിന്ന് നീതി കിട്ടില്ല എന്ന മനോവിഷമമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നും FIR-ൽ വ്യക്തമാക്കുന്നുണ്ട്. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീകാന്ത്, ഗുഡ് ഈവനിംഗ്. FIR-ൽ മറ്റെന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ശ്രീകാന്ത്?
ഉന്മേഷ, ഗുഡ് ഈവനിങ്. ഇന്ന് രണ്ട് വിഷയങ്ങളാണ് ഉന്മേഷ ഈ ആലുവയിൽ മോഫിയ എന്ന നിയമവിദ്യാർത്ഥിനിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്. ഒന്നാമത്തേത് ഈ FIR വിശദാംശങ്ങൾ പുറത്തു വന്നതാണ്. ഇന്ന് രാവിലെ ഈ FIRന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഈ FIRൽ ഈ ആരോപണ വിധേയനായ CIയുടെ പേര് പരാമർശിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി CI രണ്ട് വീട്ടുകാരെയും ഈ സ്റ്റേഷനിലേക്ക്, ആലുവ ഈസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അവിടെ വെച്ച് മോഫിയ ഭർത്താവിന്റെ കരണത്തടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ CL സുധീർ മോഫിയയോട് കയർത്ത് സംസാരിച്ചു, അല്ലെങ്കിൽ ശാസിച്ചു. ഇത് മോഫിയയ്ക്ക് വലിയ വിഷമമായി എന്നും ഈ CIയിൽ നിന്നും ഒരു തരത്തിലുള്ള നീതി കിട്ടില്ല എന്നുള്ള ചിന്ത മോഫിയയിൽ ഉടലെടുത്തു എന്നും FIRൽ പറയുന്നു. ശേഷം വീട്ടിലെത്തിയ മോഫിയ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നും FIR ചൂണ്ടിക്കാണിക്കുന്നു. അതായത് മോഫിയയുടെ ആത്മഹത്യയ്ക്ക് പരോക്ഷമായി CI കാരണക്കാരനായി എന്ന് തന്നെയാണ് FIR ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ നിന്നും ഈ CIക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി വരാനുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് നിയമ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടക്കുന്നുണ്ട്. ശേഷം ഇദ്ദേഹത്തെ പ്രതിപട്ടികയിലേക്ക് കൊണ്ടുവരുമോ എന്നതടക്കം ഒരുപക്ഷെ ആലോചിച്ചേക്കും. ആത്മഹത്യാ പ്രേരണാ കുറ്റവും ഒപ്പം തന്നെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയും ഇദ്ദേഹത്തിനെതിരെ ചുമത്തണമെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ അന്തിമ തീരുമാനം ഇനിയുമായിട്ടില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ വീട് സന്ദർശിച്ചതാണ്. അദ്ദേഹം കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിച്ചു. മോഫിയയ്ക്ക് വേണ്ടി കുടുംബത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒപ്പം പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പറഞ്ഞത് പെൺകുട്ടികൾ കൂടുതൽ ധൈര്യശാലികളാകണം, സ്ത്രീധനത്തോട് നോ പറയാനുള്ള ശേഷി പെൺകുട്ടികൾക്കുണ്ടാകണം എന്നുള്ളതാണ്. സമൂഹം ഇവർക്കൊപ്പം നിൽക്കുകയും വേണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് കേരളത്തിലേതെന്നും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല, 1-2 പേർ ചില അപവാദമായി ഈ സേനയിൽ ഉണ്ട് എന്നുള്ള കാര്യം അംഗീകരിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. സേനയെ കാടടച്ച അദ്ദേഹം ആക്ഷേപിച്ചില്ല. പകരം ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥരൊക്കെ ചിലർ ഇത്തരത്തിലുണ്ട് എന്ന് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തു. എന്തായാലും ആ കുടുംബത്തെ ആശ്വസിപ്പിച്ച് പള്ളിയിലെത്തി പെൺകുട്ടിക്ക് വേണ്ടി, മോഫിയയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളും നടത്തിയ ശേഷമാണ് അദ്ദേഹം തിരികെ പോയത്. ഈ 2 വിഷയങ്ങളാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇനി നാളെയും മറ്റന്നാളുമൊക്കെയായി കസ്റ്റഡിയും പ്രതികളുടെ ജാമ്യാപേക്ഷയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പരിഗണിക്കുന്നുണ്ട്. ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത്. 3 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. എന്താകും കോടതിയുടെ തീരുമാനമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എസ് ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. നമ്മളിനി പോകുന്നത് അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അവിടെ ശിശുമരണങ്ങൾ തുടർക്കഥയാകുന്നതിന് പിന്നിൽ എന്താണെന്ന് നോക്കാം. തലക്കെട്ടാദ്യം. അട്ടപ്പാടിയിൽ ശിശുമരണം തുടർക്കഥയാകുന്നതിന് പിന്നിൽ അലംഭാവവും ഒത്തുകളിയും. പറഞ്ഞ ആരും മൈൻഡ് ചെയ്യണമില്ല. ഏത് പാർട്ടിക്കാരോ മന്ത്രിമാരോ ഒന്നും ആരും ഞങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. കാര്യം ഞങ്ങൾ ആദിവാസികളല്ല, മനുഷ്യന്മാരല്ലല്ലോ. ആദിവാസികളെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ജാതി, കാട്ടിൻ്റെ ഉള്ളിലുള്ളവരെന്നല്ല ഇവരുടെയൊക്കെ തോന്നല്. കോട്ടത്തറ ട്രൈബൽ ആശുപത്രി വികസനം അട്ടിമറിച്ചതിന് തെളിവുകൾ. ട്രൈബൽ ആശുപത്രി അവഗണിച്ച് 12 കോടിയുടെ വികസന ഫണ്ട് കൈമാറിയത് EMS സഹകരണ ആശുപത്രിക്ക്. ജനനി സോഫ്റ്റ്വെയർ നിലച്ചിട്ട് വർഷങ്ങൾ. 24 പരമ്പര കണ്ണീരുണങ്ങാത്ത ഊര് തുടരുന്നു. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ മികച്ച സൗകര്യമൊരുക്കാത്തത് മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ മാറ്റുന്നതിന് വഴിയൊരുക്കിയെന്നാണ് അട്ടപ്പാടിയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. റഫർ ചികിത്സാ പദ്ധതി പ്രകാരം 12 കോടി രൂപയാണ് പെരിന്തൽമണ്ണ EMS സഹകരണ ആശുപത്രിക്ക് നൽകിയത്. ഈ പദ്ധതി തുടരാൻ 18 കോടി രൂപ നൽകണമെന്നാണ് സഹകരണ ആശുപത്രി സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ ഈ തുകയുടെ പകുതി മുടക്കിയിരുന്നുവെങ്കിൽ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കാമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. നിഖിൽ, ഗുഡ് ഈവനിങ്. ഈ അന്വേഷണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട്? നിഖിൽ, ഈ സഹകരണ ആശുപത്രിയിലേക്കടക്കം ഈ റഫർ പദ്ധതിയുടെ പേരിൽ തുക വലിയ തോതിൽ പോകുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ, ഈ കോട്ടത്തറ ആശുപത്രിയിൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ തുക ഉണ്ടായിരുന്നുവെങ്കിൽ കഴിയുമെന്ന് തന്നെയല്ലേ? ഗുഡ് ഈവനിങ്. അട്ടപ്പാടിയിലെ വിവിധ ആദിവാസി ഊരുകളിലൂടെയുള്ള ഒരു വാർത്താ പകലായിരുന്നു കടന്നുപോയത്. ഏറ്റവും പ്രധാനമായി നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച, ഈ വിവിധ ഊരുകളിലെ ആയിരക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകേണ്ടുന്ന ഈ കോട്ടത്തറ ട്രൈബൽ ആശുപത്രി അതിൻ്റെ വികസനം അട്ടിമറിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള കൃത്യമായ കാഴ്ചകളായിരുന്നു കാണാനായത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ കോട്ടത്തറയിൽ എത്തുന്ന രോഗികൾക്ക് അവരെ റെഫർ ചെയ്തിരുന്ന ഒരു രീതിയാണ്. പെരിന്തൽമണ്ണ EMS ആശുപത്രിയിലേക്കായിരുന്നു അവരെ റെഫർ ചെയ്തിരുന്നത് കഴിഞ്ഞ കാലം അത്രയും. ഈ ഫെബ്രുവരിയിലാണ് ഈ കരാർ അവസാനിച്ചത്. ഏതാണ്ട് 12 കോടിയോളം രൂപയാണ് ഇക്കാലം അത്രയും ഈ റെഫർ കരാറിലൂടെ ഈ പെരിന്തൽമണ്ണ EMS ആശുപത്രിക്ക് വേണ്ടി നൽകിയിരുന്നത്. ഫെബ്രുവരിക്ക് ശേഷം ഈ പദ്ധതി തുടരാൻ വേണ്ടി ഏതാണ്ട് 18 കോടിയോളം രൂപയാണ് സർക്കാരിനോട് ഈ സഹകരണ ആശുപത്രി ആവശ്യപ്പെട്ടതും. ഇതിൻ്റെ 1/4 തുകയുണ്ടായിരുന്നെങ്കിൽ ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ മികച്ച സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ആകുമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ പല ജീവനുകളും ഇവിടെ നിന്ന് മറ്റ് ആശുപത്രികളിലേക്ക് റെഫർ ചെയ്യുന്ന വേളയിൽ നഷ്ടമാകുന്ന പല ജീവനുകളും രക്ഷിക്കാനും സാധിക്കുമായിരുന്നു. നമ്മളോട് ഈ ആശുപത്രി സൂപ്രണ്ടും ഈ അട്ടപ്പാടി നോഡൽ ഓഫീസറുമായ R. പ്രഭുദാസ് തന്നെ പറഞ്ഞത് ഇവിടെ സീനിയർ ഡോക്ടർമാരുടെ കുറവുണ്ടാകുന്നത് വലിയ രീതിയിൽ ആളുകൾക്ക് ഈ രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതിൽ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടുകൂടി എടുക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ ജൂനിയർ ഡോക്ടർമാർ മാത്രമാണ് സേവനം അനുഷ്ഠിക്കുന്നത്. സീനിയർ ഡോക്ടർമാരുടെ കുറവ് വലിയ തോതിൽ തന്നെ രോഗികളെ അപകട നിലയിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഇന്ന് 24-നോട് വ്യക്തമാക്കുകയുണ്ടായി. ഇവിടുത്തെ പ്രശ്നം ഇപ്പോൾ വർക്ക് ചെയ്യുന്ന എല്ലാ സ്പെഷ്യലിസ്റ്റുകളും ജൂനിയർ തസ്തികയിലുള്ളവരാണ്. അവർ പാസ്സായി ഉടനെ വരുന്നവരോ അല്ലെങ്കിൽ 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ശരിക്ക് ഇപ്പോൾ ഈ സിക്കിളിൻ്റെ മാതൃമരണം ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർക്ക് സീനിയർ ആയിട്ടുള്ള ഒരാളോട് കൺസൾട്ട് ചെയ്യാനുള്ള തസ്തികകൾ ഇവിടെ ഇല്ല. അതിപ്പോൾ മുകളിലുള്ള മറ്റുള്ള ആശുപത്രികളായിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ പ്രഷ്യസ് അവേഴ്സ് നഷ്ടപ്പെടുകയാണ്. വിവിധ ഊരുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ വ്യക്തമായ കാഴ്ചകൾ പല ഊരുകളിലും നമ്മൾ കുഞ്ഞുങ്ങൾ മരിച്ച ഊരുകളിൽ വരെ എത്തി അവർ വളരെ കൃത്യമായി പറയുന്നത് ഈ ആശുപത്രിയിൽ കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ ചികിത്സ തേടാൻ തങ്ങൾക്ക് മതിയായ ധൈര്യമില്ല എന്നുള്ളതാണ്. കാരണം അവിടെ പോയാലും ഒരുപക്ഷെ റെഫർ ചെയ്യുക മറ്റിടങ്ങളിലേക്കായിരിക്കും. കഴിഞ്ഞ ദിവസം മരിച്ച സുനീഷ് ഗീതു ദമ്പതികളുടെ ഊരിൽ നമ്മൾ എത്തിയിരുന്നു. അവിടെ ആ കുട്ടികളുടെ അമ്മൂമ്മ പറഞ്ഞത് ഞങ്ങൾ ആദ്യമേ തന്നെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുകയായിരുന്നു. അത് ക്ഷമിക്കണം, ഈ പ്രസവം നാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അവിടെയായിരുന്നു ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് എന്നവർ വ്യക്തമാകുന്നു. എന്നിരിക്കെ പോലും 3 ദിവസത്തിന് ശേഷം കുഞ്ഞ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. ജനനി ജന്മരക്ഷാ പദ്ധതി ഒന്നും തന്നെ എത്തി നോക്കാത്തൊരു കോളനിയാണ് ഇത് എന്നും ആ കോളനി എത്തിയപ്പോൾ അവർ നമ്മളോട് പറയുകയുണ്ടായി. അവരുടെ വാക്കുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം ഇന്നലെ മന്ത്രി അടക്കം പറഞ്ഞത് ജനനി ജന്മരക്ഷാ പദ്ധതി മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നാണ്. പക്ഷേ ഷെൽവി പറയുന്നത് അത് ഒറ്റപ്പെട്ട സംഭവമല്ല, തങ്ങൾക്ക് ഇതുവരെ ഈ പദ്ധതിയുടെ തുക ഒരു തവണ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് ഷെൽവി 24-നോട് പറഞ്ഞത്. ആ പദ്ധതി ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും ലഭിച്ചിട്ടുമില്ല, ഞങ്ങളത് അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ആനുകൂല്യം തന്നിട്ടില്ല ഇതുവരെ. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ മന്ത്രി K. രാധാകൃഷ്ണന്റെ പ്രഖ്യാപനങ്ങൾ അട്ടപ്പാടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു വിദഗ്ധ ആരോഗ്യ സംഘത്തെ തന്നെ അട്ടപ്പാടിയിലേക്ക് അയക്കുമെന്നും ഒരു നോഡൽ ഓഫീസറെ ഈ അട്ടപ്പാടിക്ക് വേണ്ടി നിയമിക്കുമെന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനത്തെ വളരെ പ്രാധാന്യത്തോടും വളരെ ആശ്വാസകരമായുമാണ് ഇവിടുത്തെ ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും തന്നെ കാണുന്നത്. വരും ദിവസങ്ങളിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഗുഡ് നൈറ്റ്. നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിയത് വാർത്തയുമായി ബന്ധപ്പെട്ട്. നമ്മളിനി പോകുന്നത് സംസ്ഥാനത്തെ +1 ക്ലാസുകൾ നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയിലേക്കാണ്. തലക്കിട്ട് നോക്കാം. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ മുതൽ. ക്ലാസുകൾ തുടങ്ങുന്നത് ഓൺലൈനായി. അധ്യയനം രാവിലെ 7:30 മുതൽ 9 വരെ. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വാക്സിൻ എടുക്കാതിരിക്കുന്നതിന് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറ്റില്ല. മഹാഭൂരിപക്ഷം സഹകരിക്കുമ്പോൾ നമ്മൾ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യമാണ്. സ്കൂളുകളിൽ അധ്യാപകരും അനധ്യാപകരുമായി വാക്സിൻ എടുക്കാത്ത 5000-ഓളം പേരുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി. സർക്കാർ മുൻഗണന നൽകുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിനെന്നും മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനത്ത് നാളെ മുതൽ +1 ക്ലാസുകൾ ആരംഭിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓൺലൈൻ വഴിയാണ് +1 ക്ലാസുകൾ ആരംഭിക്കാൻ പോകുന്നത്. വിക്ടേഴ്സ് ചാനൽ വഴി ഈ ക്ലാസുകൾ കാണാൻ കഴിയും. ഈ ക്ലാസുകളുടെ സമയക്രമം കൂടി അറിയുക. രാവിലെയാണ് ക്ലാസുകൾ. രാവിലെ 7:30 മുതൽ 9 മണി വരെ 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാകും. +1-ന് ഓൺലൈനായി തന്നെ. വൈകിട്ടാകട്ടെ ഈ ക്ലാസുകളുടെ പുനഃസംപ്രേഷണവും വിക്ടേഴ്സ് ചാനലിൽ ഉണ്ടാകും. അതിന്റെ സമയക്രമം വൈകിട്ട് 7 മുതൽ 8:30 വരെയാണ്. നാളെ ഏതൊക്കെ വിഷയങ്ങളാണ് കൂടി ഓർക്കുക. നാളെ ഇംഗ്ലീഷ്, ഒപ്പം ഫിസിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഈ വിഷയങ്ങളായിരിക്കും നാളെ +1 ഓൺലൈൻ ക്ലാസുകൾ എന്നതാണ്.
ഇനി +2 ക്ലാസുകളുടെ സമയക്രമം കൂടി നോക്കുക. നാളെ +2 ക്ലാസുകൾ സ്കൂളുകളിൽ ആരംഭിക്കാൻ പോകുന്നത് രാവിലെ 9 മണിക്കായിരിക്കും. 9ാം ക്ലാസിന്റെ സമയക്രമം കൂടി അറിയുക. 11:30 മുതൽ 12:30 വരെയാണ് 9ാം ക്ലാസ് നാളെ ഉണ്ടാവുക. അതേസമയം 1 മുതൽ 7 വരെയും 10ാം ക്ലാസ്സിനും നിലവിലെ സമയം തന്നെ തുടരുകയും ചെയ്യും. പുതുക്കിയ സമയക്രമം ഇതിന് ബാധകമല്ല. ഇനി ഇതിനോടൊപ്പം തന്നെ ചേർത്തു വായിക്കേണ്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയ കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് അധ്യാപകരും അനധ്യാപകരുമായി 5000-ഓളം പേർ വാക്സിൻ എടുത്തിട്ടില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. ഇവർക്കെതിരായ തുടർ നടപടികളെക്കുറിച്ച് ആരോഗ്യവകുപ്പുമായി കൂടിയാലോചിക്കും എന്നുകൂടി മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. വാക്സിൻ എടുക്കാതിരിക്കുന്നതിനെ സർക്കാർ ഒരു തലത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് പറഞ്ഞുവെച്ചു. സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറന്ന് 1 മാസമായിട്ടും അധ്യാപക അനധ്യാപകരിലെ വാക്സിനേഷൻ പൂർത്തിയായിട്ടില്ലെന്ന് സമ്മതിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. ഇതുവരെ വാക്സിൻ എടുക്കാത്ത 5000-ഓളം പേരുണ്ട്. അവരോട് വാശിയോടെയുള്ള സമീപനം സർക്കാർ സ്വീകരിച്ചിട്ടില്ല. എല്ലാവരും വാക്സിൻ എടുക്കാൻ തയ്യാറാകണം. ഗവൺമെൻറ് അവരോട് എടുക്കാത്തവരോട് ഒരു വാശിയോട് കൂടിയ സമീപനം സ്വീകരിച്ചില്ല. അനുഭാവപൂർവമായ സമീപനം സ്വീകരിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, തൽക്കാലം വീടുകളിലിരിക്കുക, സ്കൂളിൽ വരണ്ട. കാരണം നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖയിൽ വളരെ കഷ്ടമായ കാര്യങ്ങൾ പറഞ്ഞിരിക്കുക. വിഷയം കോവിഡ് ഉന്നതതല സമിതിയെയും ദുരന്ത നിവാരണ അതോറിറ്റിയെയും അറിയിക്കും. ചില അധ്യാപകർ വാക്സിൻ എടുക്കാതെ സ്കൂളിൽ വരുന്നുണ്ടെന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില അധ്യാപകർ നിർബന്ധപൂർവ്വം വാക്സിൻ എടുക്കാതെ തന്നെ വരാൻ വേണ്ടി നിർബന്ധിക്കുകയാണ് സ്കൂൾ അധികാരികൾ. അപ്പോൾ അത് ഇത്തരം കാര്യങ്ങൾ നോക്കുന്ന ദുരന്ത അതോറിറ്റി ഉണ്ട്. കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഒരു സമിതിയുണ്ട്. അവരെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ വകഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ കർശനമായ മുന്നൊരുക്കങ്ങൾ എടുത്തെങ്കിൽ മാത്രമേ പ്രതിരോധം തീർക്കാനാകൂ. കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനായി സർക്കാർ എന്തു വേണമെങ്കിലും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് മലയോര മേഖലയിൽ മഴ ശക്തമായിരിക്കുന്നു. വെള്ളറട, കുരിശുമല അടിവാരത്ത് മലവെള്ളപ്പാച്ചിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 8ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ആര്യനാട് കൊക്കേട്ടല ഇരവലി ക്ഷേത്രത്തിന് സമീപം ഉരുൾപൊട്ടിയെന്നും സംശയമുണ്ട്. ആറ്റിങ്ങലിലും ശക്തമായ മഴയാണ് പെയ്യുന്നത്. അതേസമയം കോട്ടൺ ഹിൽ സ്കൂളിന് മുന്നിലെ റോഡിലെ കുഴിയിൽ വീണ് 2 ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മഹേഷ് ജോൺ മാത്യുവാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഈ അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ചേരുന്നത്. മഹേഷ്, എപ്പോഴായിരുന്നു അപകടം ഉണ്ടായത്? ഈ റോഡിലെ കുഴികൾ സംബന്ധിച്ചും റോഡുകളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ചുമൊക്കെ നമ്മളടക്കം ഇപ്പോൾ പരമ്പരകൾ നൽകി വരികയാണ്. പലയിടത്തും ഇത്തരത്തിൽ റോഡിൽ പ്രശ്നങ്ങളുമുണ്ട്. ഇത് ഈ കോട്ടൺ ഹിൽ സ്കൂളിന് സമീപം എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരത്തിന്റെ ഹൃദയത്തിൽ തന്നെയാണ്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മഹേഷ്? ഉന്മേഷ്, തിരുവനന്തപുരത്ത് ഉച്ച മുതൽ തന്നെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലയിടങ്ങളിലും തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകളിൽ പല മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം. ഇതിനിടെയാണ് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ ഈ കോട്ടൺ ഹിൽ സ്കൂളിന് സമീപമുള്ള റോഡിന് നടുവിലെ കുഴിയിൽ വീണ 3ഓളം യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. അരമണിക്കൂറിനിടെ 3 ബൈക്ക് യാത്രക്കാർ ഈ കുഴിയിൽ അപകടത്തിൽപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യഘട്ടത്തിൽ ഈ കുഴി രൂപപ്പെട്ടതിന് പിന്നാലെ, റോഡ് തകർന്നതിന് പിന്നാലെ നിരവധി തവണ പ്രദേശവാസികളും അതുപോലെ തന്നെ യാത്രക്കാരും പരാതിയുമായി അധികൃതരെ സമീപിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിലൊന്നും ഇത് നന്നാക്കുന്നതിനോ നടപടിയെടുക്കുന്നതിനോ യാതൊരു നടപടിയും ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനുശേഷം ഇന്ന് ഇപ്പോൾ വളരെ അടുത്തു നിന്ന് വരുന്നൊരു യാത്രക്കാരന് പോലും ഈ കുഴി വ്യക്തമായി കാണാൻ പറ്റാത്തൊരു സാഹചര്യം. മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അപകട സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണുള്ളത് ഈ റോഡിൽ. പ്രധാനമായും ഈ കോട്ടൺ ഹിൽ സ്കൂളിന്റെ മുൻവശത്ത് നിന്നും പാങ്ങോട് മേഖലയിലേക്ക് പോകുന്ന ഒരിടം കൂടിയാണ്. ഈ സ്കൂളിൽ നിരവധി കുട്ടികൾ പഠിക്കുന്നതാണ്. മാതാപിതാക്കൾ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന ഒരു മേഖല, പ്രത്യേകിച്ച് സ്കൂൾ ബസ് അടക്കം കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണ്. എന്നിട്ടും ഈ അധികൃതർ ഒരു നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 3 ബൈക്ക് യാത്രക്കാർക്കാണ് അരമണിക്കൂറിനിടെ അപകടമുണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയേണ്ടത്. ഇത് 3വരെയും ആശുപത്രിയിലേക്ക് ഇതിനോടകം തന്നെ മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ നില ഗുരുതരമാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനാവുന്ന ഒരു കാര്യം. എന്തായാലും പോലീസ് അടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തുന്ന ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. നിലവിൽ ഈ റോഡ് ഈ ബാരിക്കേഡ് വെച്ച് അല്ലെങ്കിൽ ഡിവൈഡർ വെച്ച് മറയ്ക്കുന്ന അടക്കമുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. എങ്കിലും ഈ അപകട സാധ്യത ഇപ്പോഴും ഈ മേഖലയിൽ നിലനിൽക്കുകയാണ്. ഉന്മേഷ്. ശരി, മഹേഷ് ജോൺ മാത്യുവാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നമ്മുടെ നഗരഹൃദയത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ റോഡിൽ കുഴി അവിടെ വീണാണ് 3 യാത്രക്കാർക്ക് ഇപ്പോൾ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. നമ്മളിനി പോകുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. തലക്കെട്ട്.
സവർക്കർ വിപ്ലവകാരിയെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. എതിർക്കുന്നവർ ഇക്കാര്യം മറക്കരുത്. സവർക്കറുടേത് വികസനവും ഐക്യവും ലക്ഷ്യം വെച്ചുള്ള ചിന്തകളെന്നും ഗവർണർ. പരാമർശം കുരുക്ഷേത്ര ബുക്ക് സംഘടിപ്പിച്ച പരിപാടി. വിമർശിക്കുന്നവർ സവർക്കറെ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് ഗവർണർ പറഞ്ഞത്. ഗവർണറുടെ പ്രസംഗത്തിലെ പ്രസക്തമായ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. But it will be very difficult to deny that the man was a great revolutionary. What is the definition of revolution? The definition of revolution is to destroy the existing order and replace it by something which one considers is more wholesome for the society. He was such a revolutionary. നമ്മളിനി പോകുന്നത് അടുത്ത വാർത്തയിലേക്കാണ്. കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിനെ പുറത്താക്കിയിരിക്കുന്നു പാർട്ടി. തലക്കെട്ട് നോക്കാം. കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് മമ്പറം ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നടപടി തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണാശുപത്രി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിനു പിന്നാലെ. ഔദ്യോഗിക പാനലിനെതിരായ മത്സരം ഗുരുതര അച്ചടക്ക ലംഘനമെന്ന് കോൺഗ്രസ്. മമ്പറം ദിവാകരനെ പിന്തുണച്ച മണ്ഡലം പ്രസിഡന്റിന് സസ്പെൻഷൻ. കെ സുധാകരൻ വിരുദ്ധ പക്ഷത്ത് നിലയുറപ്പിച്ച നേതാവായിരുന്നു മമ്പറം ദിവാകരൻ. അദ്ദേഹം KPCC പ്രസിഡന്റിന്റെ കടുത്ത വിമർശകൻ കൂടിയാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കണ്ണൂർ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ മമ്പറം ദിവാകരൻ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തെരഞ്ഞെടുപ്പിൽ DCC അംഗീകരിച്ച പാനലിനെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. ബദൽ പാനലുണ്ടാക്കി രംഗത്തെത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി നടപടി. പാർട്ടി മുന്നോട്ട് വെച്ച 3 പേരെ മത്സരിപ്പിക്കണമെന്ന കോൺഗ്രസ് നിർദ്ദേശം ആദ്യമേ ദിവാകരൻ തള്ളിയിരുന്നു. പിന്നാലെ DCC നേതൃത്വം പാനൂർ സാജുവിന്റെ നേതൃത്വത്തിൽ 13-അംഗ ഔദ്യോഗിക പാനലിനെ നിശ്ചയിച്ചു. മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ നേതൃത്വം ആവശ്യപ്പെട്ടെങ്കിലും ദിവാകരപക്ഷം തയ്യാറായിരുന്നില്ല. പിന്നാലെയാണ് ദിവാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി KPCC വാർത്താക്കുറിപ്പ് ഇറക്കിയത്. അനാരോഗ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ദിവാകരൻ നടപടിയിൽ പ്രതികരിച്ചിട്ടില്ല. നേരത്തെ കെ സുധാകരനെതിരെ പലതവണ പ്രത്യക്ഷാരോപണങ്ങൾ ഉയർത്തി മമ്പറം ദിവാകരൻ രംഗത്തെത്തിയിരുന്നു. പരസ്യ പ്രസ്താവനകളിലൂടെ ഇരുവരും കൊമ്പുകോർക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ബ്രണ്ണൻ വിവാദത്തിൽ കെ സുധാകരൻ പക്വത കാണിക്കണമെന്ന് മമ്പറം തുറന്നടിച്ചിരുന്നു. ഇക്കാര്യത്തിൽ മമ്പറം ദിവാകരൻ കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്ന് തനിക്കറിയില്ലെന്ന സുധാകരന്റെ പ്രസ്താവനയും വിവാദമായി. കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതോടെ പ്രതീക്ഷിച്ച നടപടിയാണ് ദിവാകരനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ദിവാകരനെ അനുകൂലിച്ച മമ്പറം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KK പ്രസാദിനെ DCC സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 24 കണ്ണൂർ. ഇപ്പോൾ കിട്ടുന്നൊരു വാർത്തയിലേക്ക് പോകുന്നു. രാജ്യാന്തര യാത്രക്കാർക്കുള്ള മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. രാജ്യാന്തര യാത്രക്കാർ എയർ സുവിധ പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. 72 മണിക്കൂറിനുള്ളിൽ എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. യാത്രയ്ക്ക് മുൻപുള്ള 14 ദിവസത്തെ വിവരങ്ങളും നൽകണം. ഡിസംബർ 1 മുതൽ ഈ പുതുക്കിയ മാർഗരേഖ പ്രാബല്യത്തിൽ വരുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എന്തൊക്കെയാണ് പുതുക്കിയ മാനദണ്ഡങ്ങളിൽ പറയുന്നത്? ഉന്മേഷ്, ഒമിക്രോൺ വ്യാപനം വിവിധ രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തിയ സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയം വിശദമായ ഒരു മാർഗരേഖ പുതുക്കിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു പുതുക്കിയ മാർഗരേഖ പുറത്തിറക്കുമെന്ന്. അല്പസം മുമ്പാണ് ഈ മാർഗരേഖ പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് രാജ്യാന്തര യാത്രക്കാർ എയർ സുവിധ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം തന്നെ യാത്രയ്ക്ക് മുൻപുള്ള 14 ദിവസത്തെ വിവരങ്ങൾ നൽകണം. RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണമെന്നും മാർഗരേഖയിൽ പറയുന്നു. ഡിസംബർ 1 മുതൽ, അതായത് ബുധനാഴ്ച മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. വിവരങ്ങൾ ശരിയായും സ്വയം സാക്ഷ്യപ്പെടുത്തുമെന്നും ഈ മാർഗരേഖയിൽ പറയുന്നു. നൽകിയ വിവരങ്ങൾ തെറ്റാണെങ്കിൽ നടപടി ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 12 രാജ്യങ്ങൾ ഹൈറിസ്ക് കാറ്റഗറിയിലാണുള്ളത്. ഈ രാജ്യങ്ങൾക്ക് തന്നെ പ്രത്യേക നിബന്ധന ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രധാനമായും UK ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, കൂടാതെ ചൈന, സിംബാബ്വെ, ബംഗ്ലാദേശ് അടക്കമുള്ള 12 രാജ്യങ്ങളാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത്. അപകട സാധ്യതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് കോവിഡ് പരിശോധന നടത്തണം. വിമാനത്താവളത്തിൽ ഫലത്തിനായി കാത്തിരിക്കണം. നെഗറ്റീവ് ആയാലും 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ നിർബന്ധമാണെന്നും ഈ ഹൈറിസ്ക് കാറ്റഗറിയിലുള്ള രാജ്യങ്ങളിലെ യാത്രക്കാർക്കുള്ള മാർഗരേഖയിൽ പറയുന്നു. പോസിറ്റീവ് ആയാൽ ജീനോം സീക്വൻസിംഗും അതോടൊപ്പം തന്നെ ഐസൊലേഷൻ വേണമെന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ വിശദമായ മാർഗരേഖയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഒമിക്രോൺ വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതുക്കിയ മാർഗരേഖ അല്പം മുമ്പ് പുറത്തിറക്കിയത്. ഉന്മേഷ്, നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
സിറോ മലബാർ സഭയിൽ പുതുക്കിയ ആരാധനാക്രമം നിലവിൽ വന്നിരിക്കുന്നു. തലക്കെട്ട് നോക്കാം. സിറോ മലബാർ സഭയിൽ പുതുക്കിയ ആരാധനാക്രമം നിലവിൽ വന്നു. പുതിയ തുടക്കമാണ്. നമ്മുടെ സഭയിൽ ഐക്യവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നവീകരണത്തിന് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും പുതുയുഗ പിറവിയെന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പുതിയ രീതി പിന്തുടരാത്ത എറണാകുളം, അങ്കമാലി, ഇരിങ്ങാലക്കുട, ഫരീദാബാദ് രൂപതകളിൽ വിശ്വാസികളുടെ പ്രതിഷേധം. ഇന്ന് മുതലാണ് സിറോ മലബാർ സഭയിൽ പുതുക്കിയ ഏകീകൃത കുർബാനക്രമം പ്രാബല്യത്തിൽ വന്നത്. എറണാകുളം, അങ്കമാലി രൂപത, ഇരിങ്ങാലക്കുട, ഫരീദാബാദ് രൂപത എന്നിവിടങ്ങളിൽ ഒഴികെ മറ്റ് രൂപതകളിൽ ആരാധനാക്രമ ഏകീകരണം നടപ്പിലാക്കി. പുതിയ കുർബാന രീതി ആവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുടയിലും ഫരീദാബാദിലും വിശ്വാസികളുടെ ഒറ്റപ്പെട്ട പ്രതിഷേധങ്ങളുണ്ടായി. സഭയിൽ ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും നവീകരിച്ച കുർബാന രീതി അനിവാര്യമാണെന്ന് കർദിനാൾ ജോർജ് ആലഞ്ചേരി കുർബാന മധ്യേ പറഞ്ഞു. സഭയിൽ നിലവിലുണ്ടായിരുന്ന 3 വ്യത്യസ്ത ആരാധന രീതികൾ സംയോജിപ്പിച്ച ഏകീകൃത കുർബാനാക്രമം പതിറ്റാണ്ടുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. ഇതനുസരിച്ച് കുർബാനയിൽ വിശ്വാസ പ്രമാണം വരെയും ജനാഭിമുഖമായും തുടർന്ന് ദിവ്യകാരുണ്യ സ്വീകരണം വരെയുള്ള ഭാഗം അൾത്താരാഭിമുഖമായുമാണ് വൈദികർ ബലിയർപ്പിച്ചത്. സഭാസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും പുതുക്കിയ രീതിയിലുള്ള കുർബാന അർപ്പിച്ചു. വിശ്വാസികൾ പ്രതിഷേധിക്കുമെന്ന സൂചനകളെ തുടർന്ന് തൃശൂർ ലൂർദ് കത്തീഡ്രലിന് പുറത്ത് കനത്ത പോലീസ് കാവലും ഏർപ്പെടുത്തിയിരുന്നു. സഭയിൽ പുതിയ യുഗം പിറക്കുന്നുവെന്നും ഐക്യത്തിനും കൂട്ടായ്മയ്ക്കും നവീകരിച്ച കുർബാന രീതി അനിവാര്യമെന്നും കർദിനാൾ ജോർജ് ആലഞ്ചേരി കുർബാന മധ്യേ പറഞ്ഞു. ഇതൊരു പുതിയ തുടക്കമാണ്. നമ്മുടെ സഭയിൽ ഐക്യവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നവീകരണത്തിന് ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയും അതിന് എല്ലാവിധത്തിലുമുള്ള സഹകരണം നൽകുകയും ചെയ്യുന്ന അഭിമന്യ പിതാക്കന്മാർക്കും അതുപോലെ തന്നെ വൈദിക സമൂഹത്തിനും സമർപ്പിതർക്കും അൽമായ സഹോദരീ സഹോദരന്മാർക്കുമെല്ലാം ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതേസമയം എറണാകുളം, അങ്കമാലി അതിരൂപത, ഇരിങ്ങാലക്കുട, ഫരീദാബാദ് രൂപത എന്നിവിടങ്ങളിൽ പുതിയ രീതിയിലുള്ള കുർബാന രീതി നടപ്പിലാക്കിയില്ല. ഈ 3ഇടത്തും ജനാഭിമുഖ കുർബാന തുടരാൻ രൂപത അധ്യക്ഷന്മാരുടെ സർക്കുലർ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ ആരാധനാക്രമം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഫരീദാബാദ് രൂപതയ്ക്ക് കീഴിലുള്ള ഡൽഹി നേബ്സറായി ഹോളി ഫാമിലി പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു. സെനഡിന്റെ അംഗീകരിച്ച കുർബാനയല്ല അച്ഛൻ ചെല്ലുന്നെങ്കിൽ അച്ഛൻ പറഞ്ഞാൽ കുർബാന ഇപ്പം അനിശ്ചിത കാലത്തേക്ക് ഇല്ല, നമുക്ക് കുർബാന ആവശ്യമില്ലാതെ ഇവിടെ കുർബാനയുടെ മധ്യ അലങ്കോലം വേണ്ട, പള്ളി അടച്ചിട്ടാലും വേണ്ടില്ല, ഇവിടെ കുർബാനയുടെ മധ്യേ അലങ്കോലം പാടില്ല. ഇരിങ്ങാലക്കുട കടുപ്പശ്ശേരി തിരുഹൃദയ ദേവാലയത്തിൽ പുതിയ കുർബാന രീതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇരിങ്ങാലക്കുട ബിഷപ്പ് ഹൗസിന് മുന്നിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധമുണ്ടായി. അതിനിടെ മെത്രാപ്പൊലിത്തൻ വികാരിയുടെ സർക്കുലർ തള്ളി എറണാകുളം, അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പ്രസന്നപുരം പള്ളിയിൽ നവീകരിച്ച രീതിയിലാണ് കുർബാന നടന്നത്. നേരത്തെ ഇടയലേഖനം വായിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായ ഇവിടെ ഇന്ന് സമാധാന അന്തരീക്ഷത്തിലായിരുന്നു ബലിയർപ്പണം. പൗരസ്ത്യ തിരുസംഘത്തിന്റെ ഉത്തരവ് കാരണം കുർബാന ഏകീകരണം എല്ലാ രൂപതകളിലും നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈസ്റ്ററിന് മുൻപ് സിനഡ് തീരുമാനം പ്രാബല്യത്തിൽ വരുത്താനുള്ള നീക്കങ്ങളാണ് സഭാ നേതൃത്വം ആലോചിക്കുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. ആ വാർത്തയിലേക്കാണ് ഇനി നോക്കാം. ഹെഡ്ലൈൻ. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം നാളെ മുതൽ. കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതടക്കം സുപ്രധാന ബില്ലുകൾ പരിഗണിക്കും. കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരം കടുപ്പിക്കുമെന്ന് കർഷകർ. എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് പ്രധാനമന്ത്രി. ജനാധിപത്യ വിരുദ്ധ സമീപനം ഒഴിവാക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം. ത്രിപുരയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരി BJP. 334-ൽ 329 സീറ്റുകളും നേടി. പാർലമെന്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. 3 കാർഷിക നിയമങ്ങൾ പിൻവലിക്കുന്നതടക്കം 26 പുതിയ ബില്ലുകൾ സമ്മേളനത്തിന്റെ നിയമനിർമ്മാണ അജണ്ടയിൽ ഉൾപ്പെടുന്നു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ
ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. രാധാകൃഷ്ണൻ, ഗുഡ് ഈവനിംഗ്. നാളെ മുതൽ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുന്നു. കാർഷിക നിയമം പിൻവലിക്കുന്ന ബിൽ, ഒപ്പം മറ്റു ബില്ലുകളും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ രാധാകൃഷ്ണൻ? ഉന്മേഷ്, പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകുമ്പോൾ ഏറെ ശ്രദ്ധേയമാകുന്നത് ഈ സെഷനിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ബില്ലുകൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ ഒരു ചുവട് പിന്മാറ്റം വ്യക്തമാക്കുന്ന 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കുന്ന ബില്ലാണ്. ആദ്യ ദിവസം തന്നെ ആ റിപ്പീൽ ബിൽ ലോക്സഭയിൽ അവതരിപ്പിക്കും എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ സഭയുടെ ഇരുസഭകളിലും ഉയർത്തുന്നതാണ് ഈ ബില്ലിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ പാസ്സായ നിയമത്തിൽ നിന്നുള്ള പിന്മാറ്റം. കാർഷിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച പല അഭിപ്രായങ്ങളെയും തള്ളിയാണ് ഏതാണ്ട് ഒരു സമ്മേളന കാലത്തെ മുഴുവൻ നടപടികൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടും വഴങ്ങാതെയാണ് സർക്കാർ ഈ നിയമം നടപ്പാക്കും എന്ന രീതിയിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പീൽ ബിൽ അവതരിപ്പിക്കുമ്പോൾ സർക്കാരിന് മുന്നിൽ എത്തുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക സർക്കാരിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരിക്കും. ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾ വിശദീകരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ കൃഷിമന്ത്രി ആണ്, ഈ നരേന്ദ്രസിംഗ് തോമറാണ് ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. വളരെ വേഗത്തിൽ ഒരുപക്ഷെ ചർച്ചയില്ലാതെ ഈ ബില്ല് പാസ്സാക്കാം എന്നായിരുന്നു സർക്കാർ കരുതിയിരുന്നതെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ ശക്തമായിട്ടുള്ള എതിർപ്പ് അക്കാര്യത്തിൽ ഉയർന്നു വരികയും തുടർന്ന് ചർച്ചയ്ക്ക് സന്നദ്ധമാകാം എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് സർവകക്ഷി യോഗം നടന്നിരുന്നു. ഈ സർവകക്ഷി യോഗത്തിൽ ഏറ്റവും പ്രധാനമായും സർക്കാർ വ്യക്തമാക്കാൻ ശ്രമിച്ചത്, പ്രധാനമന്ത്രി വ്യക്തമാക്കാൻ ശ്രമിച്ചത്, എല്ലാ വിഷയങ്ങളും സഭയിൽ ചർച്ച ചെയ്യാം, പക്ഷേ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളതായിരുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടാനുണ്ടായിരുന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളെ പ്രസക്തമാകുന്ന വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വിമർശനം. ഏതായാലും സുപ്രധാനമായിട്ടുള്ള ബില്ലുകൾ, ഏതാണ്ട് 26ഓളം ബില്ലുകളാണ് ഈ സമ്മേളനം പരിഗണിക്കേണ്ടത്. ഡിസംബർ 23 വരെ നീളുന്ന ഈ സമ്മേളന കാലത്തിനുള്ളിൽ ഇപ്പോഴത്തെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അത് വിവിധ വിഷയങ്ങളിൽ ഉയർത്തും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഘട്ടത്തിലും ഏറെ പ്രസക്തമായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ വിഷയം പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു അനൈക്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഏകോപനമില്ലായ്മ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ മറ്റ് സമ്മേളനങ്ങളിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിഴലിച്ചു കാണുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ സഖ്യത്തിൻ്റെ നേതൃത്വം ആര് നൽകണം എന്ന വിഷയത്തിലാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വം അംഗീകരിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം SP-യും BSP-യും അടക്കമുള്ള പാർട്ടികളും കോൺഗ്രസിൻ്റെ നിലപാടിനെ, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഇപ്പോൾ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ശിവസേനയും ഒരുപക്ഷെ മഹാവികാസ് അഘാഡി സർക്കാരിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികളായിട്ടുള്ള ശിവസേനയും NCP-യും പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള പിന്തുണ മാത്രമേ കോൺഗ്രസിന് നൽകൂ എന്ന നിലപാട് കൂടി സ്വീകരിച്ചതോടെ ഈ പ്രതിപക്ഷ നിരയിലെ ഭിന്നത വലിയ തലവേദനയായി ആ ഭാഗത്തിന് മാറുന്നുണ്ട്. കോൺഗ്രസും CPM-ഉം വളരെ ശക്തമായിട്ടുള്ള നിലപാട് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിനെതിരെ സ്വീകരിക്കുന്നുണ്ട് എന്നതും ഈ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അവർ ത്രിപുരയിലാണെങ്കിലും ശരി, ഗോവ അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും ശരി, പ്രതിപക്ഷ സഖ്യത്തെ ദുർബലപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട പാർട്ടികളായിട്ടുള്ള കോൺഗ്രസിനെയും CPM-നെയും ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ കോൺഗ്രസിനും CPM-നും പരാതിയുള്ളത്. ഏതായാലും നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധേയമായിട്ട് രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടും ഒപ്പം നിയമപരമായിട്ടുള്ള നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും ഏറെ ശ്രദ്ധേയമായിരിക്കും. പാർലമെന്റ് നാളെ 2 സഭകളും 11 മണിക്കാണ് ആരംഭിക്കുന്നത്. പ്രധാനമന്ത്രി ഈ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മാധ്യമങ്ങളെ കാണും. അദ്ദേഹം വ്യക്തമാക്കുന്ന കാര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചും വളരെ വലിയ പ്രാധാന്യമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലുള്ളത്. ഉന്മേഷ്, ഓക്കെ, ഗുഡ് നൈറ്റ്. ആർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നാളെ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. നമ്മളിനി പോകുന്നത് ഒരു രാഷ്ട്രീയ വാർത്തയിലേക്ക് തന്നെയാണ്. ത്രിപുരയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നതിന്റെ വോട്ടെണ്ണൽ ഫലം പുറത്തു വന്നിരിക്കുന്നു. BJP വൻ വിജയമാണ് അവിടെ സ്വന്തമാക്കിയത്. അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും BJP ആണ് വിജയിച്ചത്. CPI-ന് വൻ തകർച്ച. തൃണമൂൽ ഒരു സീറ്റിൽ മാത്രം ഒതുങ്ങി. 2018 ത്രിപുരയിൽ അധികാരം പിടിച്ച ശേഷം ആദ്യമായി നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJP ആധിപത്യം തെളിയിച്ചു. അഗർത്തല മുനിസിപ്പൽ കോർപ്പറേഷൻ, 13 മുനിസിപ്പൽ കൗൺസിലുകൾ, 6 നഗർപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി ആകെയുള്ള 334 സീറ്റുകളിൽ 329 എണ്ണവും BJP വിജയിച്ചു.
കഴിഞ്ഞ തവണ 94% സീറ്റുകളും വിജയിച്ച CPM-ന് ഇത്തവണ 2 നഗരസഭാ വാർഡുകളിലും ഒരു മുനിസിപ്പൽ കൗൺസിൽ സീറ്റും മാത്രമാണ് വിജയിക്കാനായത്. സംസ്ഥാനത്ത് വൻ മുന്നേറ്റമുണ്ടാക്കാൻ ഇറങ്ങിയ തൃണമൂൽ കോൺഗ്രസിന് ഒരു നഗരസഭാ സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. 112 സീറ്റുകളിലേക്ക് BJP എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. BJP തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നെന്ന് കാണിച്ച തൃണമൂൽ കോൺഗ്രസും CPI-ഉം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ത്രിതല സുരക്ഷയിലാണ് വോട്ടെണ്ണൽ നടന്നത്. വൻ വിജയം നേടിയ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബിനെയും BJP സംസ്ഥാന നേതൃത്വത്തെയും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഉൾപ്പെടെയുള്ള നേതാക്കൾ അഭിനന്ദിച്ചു. 24 ഡൽഹി. ഇനി ന്യൂസ് നൈറ്റ് പോകുന്ന പതിവ് പങ്ക്തിയിലേക്കാണ്. ഇന്നത്തെ വാർത്തകൾ, നാളത്തെ പത്രം. ഡിജിറ്റൽ പത്രവുമായി ചേരുന്നത് പ്രജിൻ സി കണ്ണനാണ്. പ്രജിൻ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഉമേഷ്. എന്തൊക്കെ വാർത്തകൾ നാളെ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പത്രങ്ങളിൽ? തീർച്ചയായിട്ടും നാളെ ഈ ആലുവയിലെ മോഫിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഇന്ന് ആ വാർത്ത തന്നെ നാളെ പ്രധാന വാർത്തയായി ആദ്യ പേജിൽ തന്നെ ഇടം പിടിക്കുമെന്നാണ് കരുതേണ്ടത്. നമ്മുടെ പത്രത്തിലും ഇന്ന് ആ വാർത്തയാണ് ഇടം പിടിച്ചിരിക്കുന്നത്. മോഫിയുടെ മരണം CI സുധീർ പ്രതിയായേക്കുമെന്ന തലക്കെട്ടാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. അതായത് ഈ CI സുധീർ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കർക്കശമായി പെരുമാറി, അല്ലെങ്കിൽ ഈ മോഫിയെ ആ രീതിയിൽ തന്നെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് FIR. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ കേസിൽ പ്രതിയായേക്കുമെന്ന സൂചനകൾ വരുന്നു. ആ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ FIR-ന്റെ ചിത്രം സഹിതം നാളെ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ഇന്ന് മോഫിയുടെ വീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സന്ദർശിച്ചു. ആ വാർത്ത കൂടി ഇതിനനുബന്ധമായി തന്നെ ഉണ്ടാകും. അതും ഒരു സചിത്ര വാർത്തയായിരിക്കും എന്നാണ് കരുതേണ്ടത്. അതിൽ ഇന്ന് അവിടെ കുടുംബത്തെ കണ്ടതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ സ്ത്രീധനത്തിനെതിരെ പോരാടാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നൊരു ആഹ്വാനം ഗവർണർ നടത്തുകയുണ്ടായി. ജീവൻ ഒടുക്കുകയല്ല, മറിച്ച് ശക്തമായി തന്നെ ഇതിനെതിരെ പ്രതികരിക്കാൻ പെൺകുട്ടികൾ തയ്യാറാകണം, ധൈര്യശാലികളായി മാറണം പെൺകുട്ടികൾ എന്ന ഒരു നിർദ്ദേശം കൂടി ഗവർണർ ഇന്നവിടെ പറയുകയുണ്ടായി. ആ വാർത്തകളും നാളെ ഒന്നാം പേജിൽ ഇടം പിടിക്കുമെന്ന് കരുതുന്നു. മറ്റൊന്ന്, കോൺഗ്രസിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. മമ്പറം ദിവാകരൻ, കണ്ണൂരിലെ കോൺഗ്രസിന്റെ നിറസാന്നിധ്യമാണ്. മമ്പറം ദിവാകരനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന വലിയ വാർത്തയുണ്ട്. അത് ഒന്നാം പേജിൽ തന്നെ എല്ലാ പത്രങ്ങളും നാളെ നൽകുമെന്നാണ് പ്രതീക്ഷ. കാരണം അദ്ദേഹത്തെ ആ രീതിയിൽ, അതായത് അദ്ദേഹം ഈ KPCC അധ്യക്ഷന് എതിരായ നിലപാടുകൾ എടുത്തുകൊണ്ട് ശ്രദ്ധേയനായ ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ ആ രീതിയിലുള്ള രാഷ്ട്രീയ ഇടപെടലാണോ ഉണ്ടായത് എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. അതെല്ലാം ചേർത്തുകൊണ്ട് നാളെ ഒരു വാർത്ത പത്രങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. മറ്റൊന്ന്, ഈ കുർബാന ഏകീകരണം, സിറോ മലബാർ സഭയിൽ പുതിയ കുർബാന ഏകീകരണം വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്തയുണ്ടാകും. ഈ ജനാഭിമുഖ കുർബാന രീതി തുടർന്നുകൊണ്ടിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപത ഇപ്പോഴും തുടരുകയാണ്. ആ വാർത്ത നാളെ പത്രങ്ങൾ നൽകും. അതായത് നിലവിൽ ഈ സിറോ മലബാർ സഭ പറയുന്നത് പകുതി ജനാഭിമുഖമായും പകുതി അൾത്താർ അഭിമുഖമായും ഉള്ള ഒരു കുർബാന ഏകീകരണ രീതിയാണ് നടപ്പാക്കേണ്ടത്. പക്ഷേ അത് എതിർത്തുകൊണ്ട് അതിരൂപതയും രൂപതകളും രംഗത്തുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ടൊരു വാർത്ത നാളെ പത്രങ്ങൾ നൽകും. മറ്റൊന്ന്, CPM-ൽ നിന്ന് വന്നൊരു വാർത്തയാണ്. CPIM ഏരിയ സമ്മേളനത്തിൽ പാലക്കാട് 2 ഇടങ്ങളിൽ മത്സരം നടന്നു. അതിലൊന്ന് ചെർപ്പുളശ്ശേരി, മറ്റൊന്ന് കുഴിമന്തവുമാണ്. ഇവിടെ ഔദ്യോഗിക പക്ഷം തോറ്റു ആ തെരഞ്ഞെടുപ്പിൽ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ സാധാരണമായി നടക്കുന്ന ഒരു കാര്യമല്ല ഏരിയ സമ്മേളനങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ്. ഔദ്യോഗിക പക്ഷം തോറ്റു എന്നതും ഏറെ ശ്രദ്ധേയമാവുന്നു. ആ വാർത്ത കൂടി പത്രങ്ങൾ നൽകും. മറ്റൊന്ന്, നാളെ +1 ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ഓൺലൈനായി. അതായത് വിക്ടേഴ്സ് ചാനൽ വഴിയുള്ള ക്ലാസ്സിലാണ് നാളെ +1 ക്ലാസ്സുകൾക്ക് +1 വിദ്യാർത്ഥികൾക്ക് നൽകുക. ആ വാർത്ത കൂടി നാളെ ഇടം പിടിക്കും പത്രങ്ങളിൽ. മാത്രമല്ല, എങ്ങനെയാണ് അതിന്റെ സമയക്രമം, അതോടൊപ്പം തന്നെ ഈ +2 ക്ലാസ്സുകൾ, 10ാം ക്ലാസ്സുകൾ, 9ാം ക്ലാസ്, ഇവർക്കെല്ലാമുള്ള സമയക്രമം എങ്ങനെയാണ് ഇനി മാറുക എന്നൊക്കെ രീതിയിൽ ഒരു വാർത്ത നാളെ പത്രങ്ങൾ നൽകും. മറ്റൊന്ന്, നാളെ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വളരെ നിർണായകമായ സമ്മേളനമാണ് നാളെ ആരംഭിക്കാൻ പോകുന്നത്. നിലവിലെ ഈ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാനുള്ള ബിൽ നാളെ അവതരിപ്പിക്കും. അത് സഭ പാസ്സാക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ സമരം ഇനി കടുപ്പിക്കുമെന്ന നിലപാട് കർഷക സംഘടനകൾ ഉയർത്തുന്നുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഈ കർഷക നിലപാടും അതോടൊപ്പം തന്നെ കേന്ദ്ര നിലപാടും ഒക്കെ ചേർത്തുകൊണ്ട് നാളെ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ. ഇനി ഉൾപേജിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇന്ന് ത്രിപുരയിലുണ്ടായ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനമാണ്. അത് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് BJP വീണ്ടും അവിടെ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 2018 ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഒരിക്കൽ കൂടി ആധിപത്യം തെളിയിക്കുന്നു ത്രിപുരയിൽ എന്നാണ് കരുതേണ്ടത്. ആകെ ഉണ്ടായിരുന്ന 334 സീറ്റുകളിൽ 329 സീറ്റും BJP നേടി എന്നതാണ് വാർത്ത. മാത്രമല്ല, 2018 വരെ അവിടുത്തെ ഒരേയൊരു ശക്തിയായിരുന്ന CPIM വെറും 3 സീറ്റുകളിലേക്ക് ഒതുങ്ങി എന്നതും വാർത്തയാണ്. ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇതിന്റെ ചരിത്രം കൂടി വിശദീകരിക്കുന്ന രീതിയിൽ ഒരു വാർത്ത നാളെ പത്രങ്ങൾ നൽകും. മറ്റൊന്ന്, സംസ്ഥാനത്തെ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 119 കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് നീക്കിവെക്കുകയാണ് സർക്കാർ. ആ രീതിയിൽ കാണുകയാണ് എന്ന് ഇന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. ഈ മഴ മാറി നിൽക്കുന്നതോടുകൂടി തന്നെ ഈ പണികൾ ആരംഭിക്കുമെന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയത്. ആ വാർത്ത കൂടി നാളെ പത്രങ്ങൾ നൽകും. മറ്റൊന്ന്,
കേരളത്തിൽ CPM-ന് ആദ്യമായി ഒരു വനിതാ ഏരിയ സെക്രട്ടറി ഉണ്ടായിരിക്കുന്നു. വയനാട്ടിൽ നിന്നുമാണ്. മീനങ്ങാടി ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോൾ ഈ NP കുഞ്ഞുമോൾ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവർ അമ്പലവേൽ സ്വദേശിയാണ്. മാത്രമല്ല ഈ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹി കൂടിയാണ് ഇവരാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി എന്നൊരു ഖ്യാതി കൂടി അവർക്ക് വരികയാണ്. മറ്റൊന്ന്, ഇന്ന് ഗവർണർ നടത്തിയ ഒരു പരാമർശമാണ്. ഈ സവർക്കർ വിപ്ലവകാരിയാണ് എന്നാണ് ഗവർണർ ഇന്ന് ഒരു ചടങ്ങിൽ സംബന്ധിക്കുകയെ പറഞ്ഞത്. കുരുക്ഷേത്ര ബുക്സിന്റെ ഒരു ചടങ്ങിലാണ് ഗവർണർ ഈ അഭിപ്രായം പങ്കുവച്ചത്. അതുകൂടി നാളെ ഒരു പക്ഷേ വാർത്തയായി, ഒരു ബോക്സ് വാർത്തയായെങ്കിലും നാളെ പത്രങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷ. മറ്റൊന്ന്, ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു. അതായത് കേരളത്തിൽ ജോസ് കെ മാണി രാജിവെച്ച ഒഴിവിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കാൻ പോകുന്നത്. LDF എന്തായാലും വിജയം ഉറപ്പാണ്. ശൂരനാട് രാജശേഖരനാണ് UDF വേണ്ടി മത്സരിക്കുന്നത്. പക്ഷേ LDF വിജയിക്കും. ഒരിക്കൽ കൂടി രാജ്യസഭയിലേക്ക് ജോസ് കെ മാണി തെരഞ്ഞെടുക്കപ്പെടുമെന്നാണ് വാർത്ത. അതുകൂടി നാളെ പത്രങ്ങൾ നൽകും. മറ്റൊന്ന്, തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴയുണ്ട്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടി എന്ന വാർത്തയൊക്കെ നേരത്തെ വന്നിരുന്നു. ഇതെല്ലാം ചേർത്തുകൊണ്ടൊരു വാർത്ത നാളെ പത്രങ്ങൾ നൽകും. ഇനി സ്പോർട്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ കാൺപൂർ ടെസ്റ്റിൽ കിവീസിന് 284 റൺസുമാണ് വിജയലക്ഷ്യമുള്ളത്. പക്ഷേ ഒരു ദിനം മാത്രമാണ് കളി അവശേഷിക്കാനുള്ളത്. 9 വിക്കറ്റുകൾ കിവീസിനുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് സ്പോർട്സ് പേജിലും ഒരു വാർത്ത ഉണ്ടാകും. ഉന്മേഷ്. ഓക്കെ, പ്രജിൻസി കണ്ണനാണ് നാളെ മലയാള പത്രങ്ങളുടെ ലേഔട്ട് എങ്ങനെയാകും എന്നത് സംബന്ധിച്ച് ചില സൂചനകൾ നൽകിയത്. ന്യൂസ് ഡേ TV പോകുന്നത് ക്രൈം വാർത്തകളിലേക്കാണ്. കുറ്റവും ശിക്ഷയും. കൊച്ചിയിൽ മുൻ മിസ് കേരളയടക്കം 3 പേർ മരിച്ച കേസിൽ 2ാം പ്രതിയായ സൈജു തങ്കച്ചനെതിരെ ഗുരുതര തെളിവുകൾ. നിരവധി പെൺകുട്ടികളെ സൈജു ചൂഷണം ചെയ്തിരുന്നതായി പോലീസ് കണ്ടെത്തി. പ്രതിയുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ കോടതിക്ക് കൈമാറി. കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സൈജു ബാംഗ്ലൂർ, ഗോവ എന്നിവിടങ്ങളിൽ DJ പാർട്ടികളിൽ പങ്കെടുത്തതായും കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കുന്നുണ്ട്. ആഡംബര ഹോട്ടലുകളിലെ DJ പാർട്ടികളിൽ സൈജു തങ്കച്ചൻ സ്ഥിര സാന്നിധ്യമായിരുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാർട്ടികളിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുമായി സൈജു സൗഹൃദം സ്ഥാപിക്കും. പിന്നീട് ഇവരെ ഹോട്ടലുകളിലേക്ക് ക്ഷണിക്കും. മദ്യവും മയക്കുമരുന്നും നൽകിയ ശേഷം ഈ പെൺകുട്ടികളെ ഇയാൾ ചൂഷണം ചെയ്തതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് ആധാരമായ ദൃശ്യങ്ങളും ചിത്രങ്ങളും സൈജുവിന്റെ മൊബൈലിൽ നിന്ന് പോലീസിന് ലഭിച്ചു. നമ്പർ 18 ഹോട്ടലിലും സൈജു പലതവണ പാർട്ടികൾ നടത്തിയിട്ടുണ്ട്. പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്നതായിരുന്നു പല പാർട്ടികളും. ഇതേക്കുറിച്ചുള്ള അന്വേഷണവും പോലീസ് നടത്തുന്നുണ്ട്. സൈജുവിന്റെ മൊബൈലിൽ നിന്ന് ലഭിച്ച തെളിവുകൾ പോലീസ് കോടതിക്ക് കൈമാറി. അതേസമയം കേസുമായി ബന്ധപ്പെട്ട് പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരാകാതിരുന്ന സൈജു ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ഇതിനുശേഷം ഇയാൾ ഗോവ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിൽ DJ പാർട്ടികളിൽ പങ്കെടുക്കാൻ പോയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. 3 ദിവസം പോലീസ് കസ്റ്റഡിയിലുള്ള സൈജുവിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഹോട്ടലുടമ റോയ് വയലാറ്റിനെയും സൈജുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. അബ്ദുൾ റഹീം, 24, കൊച്ചി. കോഴിക്കോട് പയ്യോളി ഇരിങ്ങലിൽ പുരയിടത്തിലൂടെ റോഡ് നിർമ്മിക്കുന്നത് തടയാൻ ശ്രമിച്ച യുവതിക്ക് നേരെ ആക്രമണം. കൊളാബി സ്വദേശി ലക്ഷ്യയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. നാട്ടുകാരടക്കം 30ഓളം പേർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. റോഡ് നിർമ്മാണത്തിനായി ലോറിയിൽ കൊണ്ടുവന്ന മണ്ണ് പുരയിടത്തിലിറക്കാൻ ശ്രമിച്ച സംഘത്തെ ലിഷ തടയുകയായിരുന്നു. ലിഷയും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. വാക്തർക്കത്തിനിടെ മൺവെട്ടി ഉപയോഗിച്ച് സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് ലിഷ പറയുന്നു. തടയാൻ നോക്കിയപ്പോൾ അവര് അതിൻ്റെ മുകളിൽ കൊന്നിട്ടാണെങ്കിൽ ഞാൻ റോഡ് വിട്ടു. തലയ്ക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പയ്യോളി പോലീസ് സ്ഥലത്തെത്തിയ ശേഷമാണ് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നീ ഇനി നിന്നിട്ട് കാര്യമില്ല, എല്ലാവരും ഞങ്ങളുടെ ഭാഗത്താണുള്ളത്, ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എല്ലാം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇവരെ തടഞ്ഞു. ഇവരെയും തടഞ്ഞപ്പം ഇവരെ കല്ലെടുത്തെറിയുകയും ചെയ്തു. മൺവെട്ടി കൊണ്ട് തലയ്ക്ക് അടിച്ചിട്ട് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. ലിഷയുടെ പുരയിടത്തിന് സമീപത്തൂടെ റോഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും തർക്കമുണ്ടായിരുന്നു. കേസ് കോടതിയുടെ പരിഗണനയിലാണ്. ഇരുചക്രവാഹനം പുഴയിൽ തള്ളിയതുൾപ്പെടെ പരാതി ലിഷ നേരത്തെ പോലീസിൽ നൽകിയിരുന്നെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിരുന്നില്ല. ലിഷയെ ആക്രമിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് റോഡ് നിർമ്മാണ കമ്മിറ്റി അറിയിച്ചു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.